എസ്തോണിയയുടെ വ്യോമാതിർത്തിയിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചു. റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി എസ്തോണിയ സ്ഥിരീകരിക്കുകയും ചെയ്തു. യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ ഏകദേശം 12 മിനിറ്റോളം തുടർന്നതായി എസ്തോണിയ അറിയിച്ചു. റഷ്യയുടെ 3 MiG-31 വിമാനങ്ങളാണ് മുൻകൂർ അനുമതിയില്ലാതെ എസ്തോണിയയുടെ വ്യോമാതിർത്തിയിൽ കടന്നത്. ഹീനകൃത്യമെന്നാണ് റഷ്യയുടെ നടപടിയെ എസ്തോണിയൻ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത്. പിന്നാലെ എസ്തോണിയ ഒരു റഷ്യൻ നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. എസ്തോണിയയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം റഷ്യ 4 തവണ എസ്തോണിയൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന് എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മാർഗസ് സാഗ്ന പറയുന്നു. എന്നാൽ ആദ്യമായാണ് 3 യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതെന്നും മാർഗസ് സാഗ്ന പറഞ്ഞു. എസ്തോണിയൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന വാർത്ത റഷ്യ പക്ഷേ നിഷേധിച്ചു. റഷ്യൻ ജെറ്റുകൾ വീണ്ടും വ്യോമാതിർത്തി ലംഘിച്ചതിന് പിന്നാലെ നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ കൂടിയാലോചനകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി എസ്തോണിയൻ പ്രതിരോധ മന്ത്രി ഹാനോ പെവ്കൂർ പറഞ്ഞു. നാറ്റോയുടെ കിഴക്കൻ ഭാഗങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ദൗത്യത്തിലാണ് ഇറ്റലി, ഫിൻലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ. ഏതൊരു പ്രകോപനത്തിനും നാറ്റോ ഐക്യത്തോടെയും ശക്തിയോടെയും പ്രതികരിക്കുമെന്ന് എസ്തോണിയൻ പ്രധാനമന്ത്രി ക്രിസ്റ്റ്യൻ മൈക്കൽ പറഞ്ഞു. അടുത്ത സംയുക്ത നടപടികൾ തീരുമാനിക്കുന്നതിന് സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കുമെന്ന് മൈക്കൽ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. കിഴക്ക് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എസ്തോണിയ. വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്ന് റഷ്യൻ വിമാനം തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായും ഫിൻലാൻഡ് ഉൾക്കടലിന് മുകളിൽ വെച്ച് ഫിൻലാൻഡിൻ്റെ ജെറ്റുകൾ തടഞ്ഞുവെന്നും എസ്തോണിയ പറഞ്ഞു. അന്താരാഷ്ട്ര വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരുന്നു ജെറ്റുകൾ പറന്നതെന്നും മറ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ ലംഘിച്ചിട്ടില്ലെന്നും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. അടുത്തിടെ പോളണ്ട്, റൊമാനിയ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലും റഷ്യയുടെ ജെറ്റുകൾ കടന്നു കയറിയിരുന്നു. റഷ്യയുടെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. റഷ്യയുടെ നടപടിയെ മനഃപൂർവ്വമുള്ള നുഴഞ്ഞുകയറ്റമായി കണക്കാക്കി നാറ്റോ സഖ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തി ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ രാജ്യങ്ങൾ യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോളണ്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് പങ്കുചേരുന്നത്. മറ്റ് നാറ്റോ സഖ്യകക്ഷികളും ഈ നീക്കത്തിൻ്റെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകളും വന്നു. 19 റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമാതിർത്തിയിലൂടെ പറക്കുകയായിരുന്നു. ഡ്രോണുകൾ പോളണ്ടിൻ്റെ കിഴക്കൻ, തെക്കുകിഴക്കൻ, മധ്യ, വടക്കൻ ഭാഗങ്ങളിലെത്തി. അതിൽ 8ഓളം ഡ്രോണുകളെ പോളണ്ടിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടു. മറ്റുള്ളവ പോളണ്ടിൻ്റെ കിഴക്കൻ ഭാഗത്ത് തകർന്നു വീണു. ഡ്രോണുകൾ ഭൂരിഭാഗവും ബെലാറസ് വഴിയാണ് പോളണ്ടിലേക്ക് കടന്നത്.